ഹായ് ഓൾ, മിഡ് ക്യാപ് ഡോക്ടറിൻ്റെ പോസ്റ്റ് മറികട പ്രീ മാർക്കറ്റിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം ക്യാപ്ഷൻ ഈ കണ്ട പോലെ തന്നെ അപ്പോൾ നിങ്ങൾ ഓരോരുത്തരും പലർക്കും സംശയമാണ് ഞാൻ എങ്ങനെ ഈ ക്യാപ്ഷൻ ഉണ്ടാക്കും എന്നുള്ള കാര്യം. ഈ ക്യാപ്ഷൻ ഉണ്ടാക്കുന്ന കാര്യം എന്ന് പറഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ട് എൻ്റെ മനസ്സിൽ കടന്നു വരുന്ന പിക്ചറുകളാണിത്. കാരണം നമുക്ക് മാർക്കറ്റിനെ പറ്റി ഒരു പെർസ്പെക്റ്റീവ് ഉണ്ടല്ലോ, ഇല്ലേ? നമുക്ക് മാർക്കറ്റിനെ പറ്റി ഒരു വീക്ഷണമുണ്ട്. ആ വീക്ഷണത്തിന് അനുയോജ്യമായിട്ടുള്ള ചില ചിന്തകൾ ചിലപ്പോൾ എൻ്റെ മനസ്സിൽ പെട്ടെന്ന് കടന്നു വരും. അത് എഐയുടെ സഹായത്തോടുകൂടെ ഒരു പിക്ചറായിട്ട് രൂപപ്പെടുത്തുന്നു, അല്ലേ? ഇപ്പോൾ ഇന്നത്തെ ക്യാപ്ഷൻ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ പരസ്പരം രണ്ട് പ്രസിഡൻറ്റുമാർ അങ്ങോട്ടും ഇങ്ങോട്ടും ഇട്ട് തട്ടിക്കളിക്കുക, ഇല്ലേ? ഒരു സൈഡ് ഒരു കൂട്ടർ പോസിറ്റീവ് പറയും, അപ്പോൾ മാർക്കറ്റ് മുകളിലോട്ട് പോകും. മറ്റേ സൈഡ് പിന്നെ നെഗറ്റീവ് വരുമ്പോൾ അത് താഴോട്ട് വരും. ഇത് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഇട്ട് തട്ടിക്കളിക്കുമ്പോൾ ഇതിനിടയിൽ വീണ് മരിക്കുന്ന അല്ലെങ്കിൽ ഉന്മൂലനം ചെയ്യപ്പെടുന്ന റീറ്റെയിലേഴ്സിൻ്റെ അവസ്ഥയാണ് വളരെ ഭീകരം. അപ്പം അതുകൊണ്ടാണ് ഞാൻ ഇന്ന് രാവിലെ ഒക്കെ ഗ്രൂപ്പിൽ പറയുന്നതിൻ്റെ കാര്യം മാന്യമായിട്ടുള്ളത് കിട്ടിയാൽ അതും കൊണ്ട് മാറിപ്പോയി. ഇന്നത്തെ മാർക്കറ്റിൽ ഇന്നലെ ഞാൻ വീഡിയോയിൽ എന്താണെന്ന് പറഞ്ഞത് അതല്ലേ ഇന്ന് സംഭവിച്ചത്, ശരിയല്ലേ പറഞ്ഞത്? നിങ്ങൾ ഇന്നലെ എൻ്റെ വീഡിയോ കാണാത്തവരായിട്ട് ആരെങ്കിലും ആണ് ഇത് കാണുന്നതെങ്കിൽ നിങ്ങൾ ആദ്യം ഇന്നലത്തെ വീഡിയോ കാണുക. കണ്ടതിന് ശേഷം മാത്രം നിങ്ങൾ ഇന്നത്തെ വീഡിയോ കാണാൻ ശ്രമിക്കുക. അപ്പോൾ നിങ്ങൾക്ക് കാര്യം പിടികിട്ടും ഞാൻ എന്താണ് ഇന്നലെ പറഞ്ഞതെന്നുള്ള കാര്യം. നിങ്ങൾക്ക് ഞാൻ ഇന്ന് സംസാരിക്കുമ്പോൾ നിങ്ങൾക്ക് കാര്യങ്ങൾ ഏറെക്കുറെ നിങ്ങൾക്ക് വ്യക്തമാകും. ഓക്കെ, അപ്പോൾ ഇന്നലെ നമ്മൾ എന്താണ് സംസാരിച്ചത്? നമ്മൾ ഇന്നലെ സംസാരിച്ചത് എന്താണ്? ഞാൻ പറഞ്ഞിരുന്നു മാർക്കറ്റ് ഇതിനിടയിലാണ് ഓപ്പൺ ചെയ്യാനുള്ള സാധ്യത. എനിക്ക് 24,340 ഇടയിലായിരിക്കും മാർക്കറ്റ് ഓപ്പൺ ചെയ്ത് ഒന്നാമത്തെ കാര്യം പറഞ്ഞു. രണ്ടാമത്തെ കാര്യം പറഞ്ഞ് മാർക്കറ്റ് ഓപ്പൺ ചെയ്താലും ഒരു റേഞ്ച് ബൗണ്ട് ആയിരിക്കും, ഇതിനകത്തൊരു കൺസോളിഡേഷൻ ആയിരിക്കും മാർക്കറ്റ് എന്നും ഞാൻ പറഞ്ഞിരുന്നു, ഇല്ലേ? ശരിയല്ലേ പറഞ്ഞേ? അപ്പം അത് രണ്ടുമാണ് ഇന്ന് സംഭവിച്ചത്. ഓക്കെ, മാർക്കറ്റ് എങ്ങോട്ടും പോയില്ല. ആദ്യത്തെ 5 മിനിറ്റിൻ്റെ ക്യാൻഡിൽ എവിടം വരെ പോയോ ആ റേഞ്ചിനകത്താണ് മാർക്കറ്റ് നിന്ന് കളിച്ചത്. ശരിയല്ലേ പറഞ്ഞേ? ഇല്ലേ? മാർക്കറ്റ് ആദ്യത്തെ 5 മിനിറ്റിൽ ഒരു ഹൈ ക്രിയേറ്റ് ചെയ്തു, അവിടെ നിന്ന് റിജക്റ്റ് ചെയ്തു, അങ്ങനെ തന്നെ അവസാനിച്ച് നെടുന്തൂണായിട്ടൊരു ക്യാൻഡിൽ ഏകദേശം 280 മുതൽ 165 വരെ, 265 ഏകദേശം ഒരു 130 പോയിൻറ്റിൻ്റെ ഒരു സിങ്ങാണ്, ഒരു 130 പോയിൻറ്റിൻ്റെ ഒരു സിങ്ങാണ് ഇന്ന് മാർക്കറ്റ് ക്രിയേറ്റ് ചെയ്തത്, ഇല്ലേ? അതിനുശേഷം മാർക്കറ്റ് എങ്ങോട്ടും പോയില്ല. ആ ഏരിയയിൽ തന്നെയാണ് മാർക്കറ്റ് കടന്ന് കളിച്ച്. നോക്കിക്കേ, നമ്മളെപ്പോഴും പറഞ്ഞിട്ടുണ്ട് മാർക്കറ്റ് ഓപ്പൺ ചെയ്ത് കഴിയുമ്പം അതിൻ്റെ ഓപ്പണിംഗ് റേഞ്ച് വളരെ പ്രധാനപ്പെട്ട ഒരു സംഗതികളാണെന്ന് പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ ആദ്യത്തെ 5 മിനിറ്റിൻ്റെ ക്യാൻഡിലും വളരെ പ്രധാനപ്പെട്ടതാണെന്ന് ഞാൻ പല പ്രാവശ്യം എൻ്റെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. എത്ര പേർക്കൊക്കെ ഓർമ്മയുണ്ടെന്നുള്ള കാര്യം എനിക്കറിയത്തില്ല. ഇപ്പോൾ ഇന്ന് നമ്മൾ ശ്രദ്ധിച്ചാലും എന്നെ സ്ഥിരമായിട്ട് ഫോളോ ചെയ്യുന്നവർ കാണുന്നുണ്ടെങ്കിൽ കൃത്യമായി ട്രേഡ് എടുക്കാനുള്ള അവസരങ്ങളുണ്ടായിരുന്നു, ഇല്ലേ? നോക്കിക്കേ, ആദ്യത്തെ 5 മിനിറ്റിൻ്റെ ക്യാൻഡിൽ കൃത്യമായിട്ട് നമ്മളുടെ എവിടെയാണോ മാർക്കറ്റ് ഓപ്പൺ ചെയ്തത് അവിടുന്ന് മാർക്കറ്റ് പോയി ഒരു ഹൈ ക്രിയേറ്റ് ചെയ്തു. ഫസ്റ്റ് ക്യാൻഡിൽ നമുക്ക് അറിയത്തില്ലല്ലോ, എന്തായാലും ഒരു ഹൈ ക്രിയേറ്റ് ചെയ്തു. ആ ഹൈ ക്രിയേറ്റ് ചെയ്തതിന് ശേഷം വീണ്ടും താഴോട്ട് വന്നു, മാർക്കറ്റ് ഓപ്പണിംഗ് റേഞ്ചിൽ തന്നെ വന്ന് എന്ത് ചെയ്തു? റീടെസ്റ്റ് ചെയ്തതിൽ നമുക്കിവിടെ ഒരു എൻട്രി ഇല്ല. എടുക്കാനുള്ള സാധ്യത വളരെ കുറവാണ്. കാരണം ഹൈ റിസ്ക് ഒരു സാധ്യതയാണ് ഇവിടെ. നമുക്ക് മാർക്കറ്റ് താഴോട്ട് പോയാലും ഒരു കൺഫർമേഷൻ ഇല്ലായിരുന്നു, ഇല്ലേ? നമുക്കൊരു 5 മിനിറ്റിൻ്റെ ഒരു ക്യാൻഡിൽ വീണാലും നമുക്ക് നമ്മുടെ പ്രൈസ് ആക്ഷൻ പ്രകാരം പറയുവാണെങ്കിൽ 80% കൂടുതലുള്ളൊരു ക്യാൻഡിലല്ല നമുക്കിവിടെ കിട്ടിയത്, ഇല്ലേ? അപ്പോൾ അതുകൊണ്ട് കാരണം ഇന്നത്തെ മാർക്കറ്റ് ശാന്തമായിട്ടുള്ള മാർക്കറ്റാണ്. അപ്പോൾ നമുക്ക് പ്രൈസ് ആക്ഷൻ വേണമെന്നുണ്ടെങ്കിൽ അവിടെ വർക്ക് ചെയ്യും. ശാന്തമായിട്ടുള്ളൊരു മാർക്കറ്റ്, നോർമലായിട്ട് പോകുന്നൊരു മാർക്കറ്റിലാണെങ്കിൽ എന്ത് സംഭവിക്കുന്നത്? നമുക്ക് പിന്നെ ഒരു പ്രൈസ് ആക്ഷൻ അവിടെ വർക്ക് ചെയ്യും, ഇല്ലേ? അപ്പോൾ അങ്ങനെ ആകുമ്പോൾ ഇവിടെ നോക്കിക്കുക, ഇവിടെ കറക്റ്റായിട്ട് വന്നു, മാർക്കറ്റ് താഴോട്ട് വന്നു, വീണ്ടും ഇവിടെ സപ്പോർട്ട് എടുത്തു, മാർക്കറ്റ് താഴോട്ട് ബ്രേക്ക് ചെയ്തതിൽ നമുക്കിവിടെ എൻട്രി ഇല്ല. കാരണം എന്താണ്? 80% കൂടുതലൊരു ക്യാൻഡിൽ നമുക്കിവിടെ കിട്ടിയിട്ടില്ല, ഇല്ലേ? അതിനുശേഷം മാർക്കറ്റ് ഇവിടുന്ന് വലിയൊരു ക്യാൻഡിലോട് ബ്രേക്ക് ഔട്ട് ചെയ്ത് മേലോട്ട് പോയി. പക്ഷേ ഇവിടെ നമുക്ക് എൻട്രി ഇല്ല. പക്ഷേ നമുക്ക് എൻട്രി ഉണ്ട്. എവിടെയാണ്? കൃത്യമായിട്ട് ആയത് 5 മിനിറ്റിൻ്റെ ക്യാൻഡിലിൻ്റെ മുകളിൽ പോയി മാർക്കറ്റ് റിജക്റ്റ് ചെയ്യാനുള്ള ഒരു സ്വഭാവം കാണിച്ചു തുടങ്ങി, ഇല്ലേ? ഫസ്റ്റ് ക്യാൻഡിൽ കിടന്ന് ആടി കളിച്ചു, സെക്കൻഡ് ക്യാൻഡിൽ ചെറിയൊരു അടിച്ചു, മൂന്നാമത്തെ ക്യാൻഡിൽ മുകളിലോട്ട് പോകാൻ ശ്രമിച്ചെങ്കിലും നല്ലൊരു റിജക്ഷനോട് കിട്ടി. അപ്പോൾ നമുക്ക് മനസ്സിലായി മാർക്കറ്റ് എന്ത് ചെയ്തു? ഇവിടുന്ന് താഴോട്ട് വരാൻ സാധ്യതയുണ്ട്. വീണ്ടും ഒരു ക്യാൻഡിൽ ഒരു ഫുൾ ക്യാൻഡിൽ നമുക്ക് കിട്ടി. അപ്പോൾ ഈ ഏരിയയിൽ നമുക്ക് ചെറിയ സ്റ്റോപ്പ് ലോസ് വെച്ചോളൂ. ഇതിൻ്റെ മുകളിൽ ചെറിയ സ്റ്റോപ്പ് ലോസ് നമുക്കൊരു ട്രേഡ് പ്ലാൻ ചെയ്യാം. അങ്ങനെ തന്നെ കൃത്യമായിട്ട് വീണ്ടും എന്ത് ചെയ്തു? എവിടെ വന്നു? നമ്മളുടെ ഓപ്പണിംഗ് റേഞ്ചിൽ വന്നു. ഇപ്പോൾ ഇവിടുന്ന് ഇവിടം വരെ ഒരു 100-120 പോയിൻറ്റിൻ്റെ 280 മുതൽ 160 മുതൽ 280
180, 160, ഈ 120 പോയിന്റ് വരെ വന്നു മാർക്കറ്റ്. ഇല്ല 120, 100 പോയിന്റ് കൂട്ടിക്കോ. 100 പോയിന്റിൻ്റെ ഒരു ഫോൾ നമുക്ക് കിട്ടി. ഇവിടെ 10, 15, 20, 25 പോയിന്റ് ഉണ്ടാക്കാനുള്ള ഒരു അവസരം ഉണ്ടായിരുന്നു. ഇത് കഴിഞ്ഞപ്പോൾ ഞാൻ കൃത്യമായിട്ട് ഇവിടെയൊക്കെ വന്നപ്പോൾ സ്ക്രീൻഷോട്ട് നമ്മൾ ഗ്രൂപ്പിലിട്ടു ഇല്ലേ. നമ്മൾ കൃത്യമായിട്ട് പറഞ്ഞു, മാന്യമായിട്ട് കിട്ടിയവർ ഇതും കൊണ്ട്, കൈനീട്ടം കിട്ടിയവർ ഇതും കൊണ്ട് നിങ്ങൾ വീട്ടിൽ പോവുക, ഇനി നിങ്ങൾ ട്രേഡ് ചെയ്യരുതെന്ന് കർശനമായിട്ട് പറഞ്ഞ് അവരെ വീട്ടിൽ വിട്ടു ഇല്ലേ. അതിനുശേഷം നോക്കിക്കേ, മാർക്കറ്റ് എങ്ങോട്ടെങ്കിലും പോയോ? അങ്ങോട്ടും ഇങ്ങോട്ടും ആടിക്കളിച്ച് എക്സ്പയറിയുടെ തലേദിവസമായിരുന്നു സെൻസെക്സിൻ്റെ. അങ്ങോട്ടും ഇങ്ങോട്ടും ആടിക്കളിച്ച് പ്രീമിയം ഒരുക്കി തീർത്തതല്ലാതെ എന്തെങ്കിലും ഒരു പ്രയോജനം ഉണ്ടായോ? ഇല്ല. അപ്പോൾ ഇതാണ്, ഞാനിതിനെപ്പറ്റി കുറേ കാര്യങ്ങൾ ഗ്രൂപ്പിൽ പറഞ്ഞിരുന്നു. അപ്പം അത് കേട്ടവർക്കൊക്കെ ഓർമ്മയുണ്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ അതുകൊണ്ട് ദയവ് ചെയ്ത് ഈ മാർക്കറ്റിൽ നാളെയും നിങ്ങൾക്ക് നിലനിന്ന് പോകണമെന്നുണ്ട്. ഞാൻ എന്നും ഇത് ആവർത്തിക്കുന്നത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ തലയ്ക്കകത്തോട്ട് കയറട്ടെന്ന് വിചാരിച്ചാൽ, നാണം ഘട്ടങ്ങൾ നിങ്ങളിത് അനുസരിക്കട്ടെന്ന് വിചാരിച്ചാണ് ഞാനിങ്ങനെ പറയുന്നത്. മനസ്സിലായില്ലേ? അപ്പോൾ ഇന്ന് ഇങ്ങനെ നടന്ന് തൊള്ളയിലെ വെള്ളം പറ്റിക്കുന്നു. അതുകൊണ്ട് നാണം കെട്ടെങ്കിലും എന്നാൽ ഇറങ്ങിപ്പോയേക്കാന്ന് തോന്നി അങ്ങനെങ്കിലും ഇറങ്ങിപ്പോയാൽ നിങ്ങൾ രക്ഷപ്പെടട്ടെ എന്ന് വിചാരിച്ചാൽ. അപ്പോൾ എന്നിട്ടും ഇത്രയൊക്കെ പറഞ്ഞിട്ടും വീണ്ടും ട്രേഡ് ചെയ്യുന്ന ആൾക്കാരുണ്ട്. അവരെ നമുക്ക് തിരുത്താൻ പറ്റത്തില്ല. അവർ മുച്ചോട് മുടിഞ്ഞ് മുണ്ടക്കോല് കുത്തിയെങ്കിൽ അവർക്ക് സമാധാനം വരത്തുള്ളൂ. അന്നേരം അവർ പഠിക്കും. മനസ്സിലായില്ലേ? നമുക്ക് 1000, 1500, 2000 കിട്ടി, അതും കൊണ്ട് വീട്ടിൽ പോയി, മാന്യമായിട്ടുള്ള ഒരു ദിവസത്തെ കൂലി കിട്ടി, അതും കൊണ്ട് വീട്ടിൽ പോയി, അല്ലെങ്കിൽ ആദ്യത്തെ 1 മണിക്കൂറുണ്ട് 1.5 മണിക്കൂറുണ്ട് എന്തെങ്കിലും നേട്ടം എന്ത് കിട്ടി അതും കൊണ്ട് മാറി നിൽക്കുന്നതിന് പകരം വീണ്ടും ഞാൻ ഇന്ന് പറഞ്ഞു ഗ്രൂപ്പിൽ, രാവിലെ മുതൽ വൈകുന്നേരം വരെ ഇതിൻ്റെ ചവിട്ടിൽ കുത്തിയിരിക്കുന്ന സ്വഭാവം നമ്മൾ ആദ്യം അവസാനിപ്പിക്കണം. മിനിമം ടൈം പഠിക്കാൻ വേണ്ടി നിങ്ങൾ അതിന് ശേഷം, മാർക്കറ്റിന് ശേഷം നിങ്ങൾ ചാർട്ടുകൾ വാച്ച് ചെയ്തോ, കുഴപ്പമില്ല. കാരണം നിങ്ങൾക്കല്ല ടെംപ്റ്റേഷൻ ഉണ്ടാകുന്ന ആൾക്കാരാണ്, മാർക്കറ്റിൽ നോക്കിയിരിക്കുമ്പം ട്രേഡ് ചെയ്യാൻ ടെംപ്റ്റേഷൻ ഉണ്ടാകുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ട്രേഡിങ് സമയത്ത് എവിടെ ഇരിക്കില്ലേ, നിങ്ങൾ ട്രേഡ് കഴിഞ്ഞ ശേഷം നിങ്ങൾ ഇറങ്ങിപ്പോവുക. ഓക്കെ, അതിനുശേഷം നിങ്ങൾ ഉച്ച കഴിഞ്ഞ് മാർക്കറ്റിന് ശേഷം നിങ്ങൾ ചാർട്ട് അനലൈസ് ചെയ്യുകയോ പഠിക്കുകയോ എന്തെങ്കിലുമൊക്കെ നോക്കി കണ്ട് ചെയ്തോ. മനസ്സിലായില്ലേ? അല്ലാതെ രാവിലെ മുതൽ വൈകുന്നേരം വരെ ഒരു നേർച്ച പോലെ ഇതിൻ്റെ ചവിട്ടി കുത്തിയിരിക്കുന്ന സ്വഭാവം നിങ്ങൾ അവസാനിപ്പിക്കുക. ഇങ്ങനെയൊക്കെ ചെയ്യാമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത്യാവശ്യം രക്ഷപ്പെടാം. ഇന്ന് തന്നെ നമ്മൾ ആ പറഞ്ഞതനുസരിച്ച് ഏകദേശം എനിക്ക് വന്ന് 200-225 പേരോളം ട്രേഡ് ചെയ്തതിൽ ഏകദേശം എനിക്ക് വന്നു 110, 120, 130 പേരോ അല്ല, മൊത്തം ഞാൻ എത്രയാണ്, ഒരു മിനിറ്റ് ഞാൻ നോക്കിക്കോട്ടെ, എത്രയാണ് രാവിലെ കൈനീട്ടം 8:43, അത് 8:11, ഇപ്പോൾ ഇവിടുത്തെ ഏകദേശം 11 മണിയായപ്പം മാന്യത കാണിച്ച് പോയ ആൾക്കാരുണ്ട്. അതിലെത്ര ഉണ്ട്? 176 പേര് പ്രോഫിറ്റ് ബുക്ക് ചെയ്തവർ പോയി. വെറും 38 പേർക്കാണ് അങ്ങോട്ട് കൊടുത്തിട്ട് പോയത്. അതായത് 175, 25, 200, ഏകദേശം 225 പേരോളം ട്രേഡ് ചെയ്തതിൽ ഏകദേശം 38 പേർക്കാണ് ലോസ് ഉണ്ടായി. ബാക്കിയുള്ളവരെല്ലാവരും അവർ പ്രോഫിറ്റിൽ ഇറങ്ങി. 225 പേരിൽ 176 പേരോളം എന്ത് ചെയ്തു? പ്രോഫിറ്റ് ഉണ്ടാക്കി. 38 പേർക്കാണ് ലോസ് ഉണ്ടായത്. ഇത് എനിക്കൊന്ന് 38 പേരിൽ തലേദിവസം ഹോൾഡ് ചെയ്തവർ ആരെങ്കിലും കാണുമായിരിക്കും ഈ കൂട്ടത്തിൽ. എനിവേ, എന്തെങ്കിലും ആയിക്കോട്ടെ. അപ്പോൾ ഞാൻ പറഞ്ഞതിൻ്റെ താല്പര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, മാന്യമായി കിട്ടിയാൽ അതുകൊണ്ട് വെച്ചൊഴിയുക എന്നുള്ളത് മാത്രമേ എനിക്ക് പറയാനുള്ളൂ, വേറെ കൂടുതലൊന്നും പറയാനില്ല. ഓക്കെ, അപ്പോൾ ഇനി നാളത്തെ കാര്യത്തിലോട്ട് വരാം. നാളെ ഇനി എന്താ സംഭവിക്കാൻ പോകുന്നത്? നാളെ സംഭവിക്കാൻ പോകുന്ന കാര്യം, ഇപ്പം അങ്ങോട്ടും ഇങ്ങോട്ടും വാഗ്വാദങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ധാരാളം ന്യൂസുകൾ വരുന്നുണ്ട്. ഒരു ടീം പറയുന്നു നിങ്ങളുടെ ഹോർമോസിലുള്ള ബ്ലോക്കേജ് അവസാനിപ്പിക്കണം, അവിടുത്തെ തടസ്സങ്ങൾ മാറ്റണമെന്ന് അമേരിക്ക ഇപ്പോൾ അവിടെ അവരുടെ പടക്കപ്പലൊക്കെ കൊണ്ടുവച്ച് അത് ബ്ലോക്ക് ചെയ്തേക്കാണ്. അപ്പം ഇറാൻ പറഞ്ഞു അങ്ങനെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഞങ്ങൾ ഗൾഫ് രാജ്യങ്ങളെ ആക്രമിക്കും. അപ്പം അങ്ങോട്ടും ഇങ്ങോട്ടും വാഗ്വാദങ്ങളാണ്. അതിൻ്റെ ഇടയിൽ സീസ് ഫയർ എക്സ്റ്റെൻഡ് ചെയ്യുമെന്ന് പറയുന്നു. ഇനി അടുത്ത 2ാം വട്ടം ഒരു ചർച്ച നടക്കുമെന്ന് പറയുന്നു. അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും വാഗ്വാദങ്ങളാണ്. ആ വാഗ്വാദങ്ങൾക്കനുസരിച്ച് മാർക്കറ്റ് ചലിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പം നമ്മൾ നോക്കിയാൽ മനസ്സിലാവും. മുമ്പേ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഏകദേശം US മാർക്കറ്റ് ഏകദേശം ഒരു ഫ്ലാറ്റ് നോട്ടിലായിരുന്നു ഓടിക്കൊണ്ടത്. ഇപ്പം ഏകദേശം 250 പോയിൻറ്റ് നെഗറ്റീവിലാണ്. അതിനായിട്ടുള്ളൊരു വാങ്ങൽ ഗിഫ്റ്റ് നിഫ്റ്റിയിലും കാണുന്നുണ്ട്. പക്ഷേ ഗിഫ്റ്റ് നിഫ്റ്റി അത്രയ്ക്ക് അങ്ങോട്ട് വീണിട്ടില്ല. എനിക്കൊന്ന് ഇനി രാത്രി കിടക്കാൻ നേരത്തേക്ക് വെച്ചേക്കുമായിരിക്കാം. അവസാനത്തെ ഒരു വീഴ്ചയ്ക്ക് വേണ്ടി വെച്ചേക്കുവാണെന്ന് തോന്നുന്നു, അറിയത്തില്ല. കാരണം ഡൗ ജോൺസ് വീണ അത്രയും ഒരു നെഗറ്റീവ്സും ഗിഫ്റ്റ് നിഫ്റ്റിയിൽ കാണുന്നില്ല. ഇനി എന്താണ് കുറേ കഴിയുമ്പോൾ സംഭവിക്കുന്നുള്ള കാര്യം നമുക്ക് അറിയത്തില്ല. പക്ഷേങ്കിൽ ഗോൾഡിൻ്റെയൊക്കെ അവസ്ഥ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഗോൾഡ് പിന്നെയും
പൊട്ടാൻ തുടങ്ങിയിട്ടുണ്ട്. ക്രൂഡ് പതുക്കെ മുകളിലോട്ട് നല്ല നെഗറ്റീവ് ആയിരുന്നു, പതുക്കെ അവിടുന്ന് പിന്നെയും തിരിച്ച് ക്രൂഡ് റിക്കവർ ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട്, പിന്നെയും ചെറുതായിട്ട് വീഴുന്നു. ഇതിപ്പോൾ നാളെ എക്സ്പയറി ആണ് ക്രൂഡിൻ്റെ. അപ്പം അതിൻ്റെ ഒരു മനോഹാരിതയാണ് ഈ കാണുന്നത്. അങ്ങോട്ടും ഇങ്ങോട്ടും ആടിക്കളിച്ച് തീരുക എന്നുള്ളതാണ് അവിടുത്തെ ലക്ഷ്യം. എല്ലായിടത്തും ഈ സംഭവം ഉണ്ടല്ലോ. അപ്പം നമുക്ക് നാളെ നോക്കാനുള്ള കാര്യം എന്ന് പറഞ്ഞാൽ, നാളെ ഒരു പക്ഷെങ്കിൽ മാർക്കറ്റ് ഈ പറയുന്ന പോലെ തന്നെ ഫ്ലാറ്റായിട്ടാണ് ഓപ്പൺ ചെയ്യുന്നതെങ്കിൽ, ഓക്കെ, നാളെ മാർക്കറ്റ് ഫ്ലാറ്റായിട്ടാണ് ഓപ്പൺ ചെയ്യുന്നതെങ്കിൽ, കാരണം അങ്ങനെ അതിനുള്ള സാധ്യത ഇപ്പോഴത്തെ അവസ്ഥ അനുസരിച്ച് ഒരു ഫ്ലാറ്റ് അല്ലെങ്കിൽ ഒരു 50 പോയിൻറ്റ് ഗ്യാപ്പ് അപ്പോ ഗ്യാപ്പ് ഡൗണോ ആ ഒരു ഏരിയയിലോ ഉള്ള ഒരു സെറ്റപ്പാണ് നിലവിൽ കാണുന്നത് ഇപ്പോഴത്തെ അവസ്ഥയിൽ. ഇനി രാത്രി എന്ന് സംഭവിക്കും നമുക്കറിയത്തില്ല. അങ്ങനെ ഒരു ഫ്ലാറ്റ് നോട്ടിൽ ഇന്ന് മാർക്കറ്റ് ഓപ്പൺ ചെയ്ത് അതേ റേഞ്ച്, ഈ റേഞ്ച് 24,163 ഈ റേഞ്ചിലോ അല്ലെങ്കിൽ 24,000 മുകളിലോ ഈ റേഞ്ചിൽ എവിടെയെങ്കിലുമാണ് മാർക്കറ്റ് ഓപ്പൺ ചെയ്യുന്നതെങ്കിൽ, ഏതെങ്കിലും ഒരു സൈഡിലോട്ട് മാർക്കറ്റ് സപ്പോർട്ട് എടുക്കാനോ റെസിസ്റ്റൻസ് എടുക്കാനോ മാർക്കറ്റിനെ അലോ ചെയ്യുക. അതിന് ശേഷം മാത്രം നമ്മൾക്കൊരു എൻട്രി പോയിന്റ് കിട്ടിയാൽ മാത്രം ട്രേഡ് എടുക്കാൻ ശ്രമിക്കുക. നാളെ സെൻസെക്സിൻ്റെ എക്സ്പയറി ആണ്, ഓക്കെ. മാർക്കറ്റ് അങ്ങോട്ടും ഇങ്ങോട്ടും ഓടിക്കളിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അതുകൊണ്ട് ട്രേഡ് ചെയ്യുന്നവർ വളരെ സൂക്ഷിക്കണം. വാലുകളുടെ കളി ആയിരിക്കും, വാലുകളുടെ ബഹളമായിരിക്കും. അപ്പോൾ അതുകൊണ്ട് മാർക്കറ്റ് നാളെ ഓപ്പൺ ചെയ്തതിന് ശേഷം ഇവിടെയാണ് സപ്പോർട്ട് അല്ലെ റെസിസ്റ്റൻസ്, നമുക്കൊരു എൻട്രി പോയിന്റ് വേണം. എൻട്രി പോയിന്റ് ഇല്ലാതെ കണ്ണും അടച്ച് ചുമ്മാ അത് തോന്നുന്ന പോലെ ട്രേഡ് എടുക്കാൻ പാടില്ല. അങ്ങനെ നിങ്ങൾ ശീലിക്കുക. അങ്ങനെ നമുക്കൊരു എൻട്രി കിട്ടിയാൽ മാത്രം, നമുക്ക് മാർക്കറ്റിൽ ചാടി കയറാനൊരു അവസരം കിട്ടിയാൽ മാത്രം നമ്മൾ ചാടി കയറുക. ഓടുന്ന വണ്ടിയെ ചാടി കയറിയ വീണ് അപകടം ഉണ്ടാകാൻ സാധ്യത വളരെ കൂടുതലാണ്. അതുകൊണ്ട് വണ്ടി എവിടെയെങ്കിലും നിർത്തിയിട്ട് മാത്രം കയറാൻ ശ്രമിക്കുക. ഇതിൽ കൂടുതൽ പച്ചയ്ക്ക് എനിക്ക് പറഞ്ഞു തരാൻ അറിയത്തില്ല, ഓക്കെ. അപ്പം ഇതാണ് ഇന്നത്തെ അവസ്ഥ. അപ്പം മാർക്കറ്റ് നാളെ ഫ്ലാറ്റായിട്ടാണ് ഓപ്പൺ ചെയ്യുന്നതെങ്കിൽ ഏതെങ്കിലും ഇതിപ്പോൾ നമുക്ക് ഈ ഏരിയ ഒരു സപ്പോർട്ടായിട്ട് ആക്ട് ചെയ്യാനുള്ള സാധ്യതയുണ്ട്. ഈ 24,121 പറയുന്നത് ഇപ്പം ഈ വരച്ചത് ഏകദേശം ഈ ഒരു റേഞ്ച് ഒരു സപ്പോർട്ടായിട്ട് ആക്ട് ചെയ്യാനുള്ള സാധ്യതയുണ്ട്. അപ്പം നാളെ നമുക്ക് മാർക്കറ്റ് ഓപ്പൺ ചെയ്തതിന് ശേഷം നാളെ നമുക്ക് എന്ത് വേണം എന്നുള്ള കാര്യം തീരുമാനിക്കാം. ഇപ്പോൾ എനിക്കൊന്നും പറയാൻ പറ്റാത്തൊരവസ്ഥയാണ്, ഓക്കെ. ഇപ്പോഴത്തെ അവസ്ഥ അനുസരിച്ച് ഒരു ഫ്ലാറ്റ് നോട്ടിലാണ് മാർക്കറ്റ് ഓടിക്കൊണ്ടിരിക്കുന്നത്. ബാക്കി ബാങ്ക് നിഫ്റ്റിയുടെ കാര്യം പറഞ്ഞു കഴിഞ്ഞാലും ഈ പറഞ്ഞ പോലെ തന്നെ ഇത് നോക്കിക്കേ, ഒരു ബാങ്ക് നിഫ്റ്റിയേക്കാളും കുറച്ചുകൂടെ നെഗറ്റീവ് ആയിരുന്നു ബാങ്ക് നിഫ്റ്റി. എങ്കിലും ആ ഓപ്പണിംഗ് റേഞ്ചിൽ തന്നെ കടന്ന് ആടിക്കളിക്കുകയായിരുന്നു, അല്ലേ. ഇനി മിഡ് ക്യാപ്പ് നോക്കിയാലോ. മിഡ് ക്യാപ്പും ഈ പറഞ്ഞ പോലെ തന്നെ ഒരു റേഞ്ച് ബൗണ്ട് മാർക്കറ്റായിരുന്നു, ഇല്ല, നമ്മൾ വരയ്ക്കകത്ത് തന്നെ മാർക്കറ്റ് കടന്ന് ആടിക്കളിക്കുകയായിരുന്നു, ഓക്കെ. അപ്പം സെൻസെക്സ് നോക്കിയാലോ. സെൻസെക്സും ഈ പറഞ്ഞ പോലെ തന്നെ നോക്കിക്കേ, ആ ഓപ്പൺ ചെയ്ത് എവിടെയാണോ ആ ഒരു ബോക്സിനകത്തിലാണ് കാണുന്നത്. ഇവിടെ നമ്മളിപ്പോൾ ഒരു ബോക്സ് വരയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ ആ ബോക്സിനകത്തിലാണ് മാർക്കറ്റ്. നോക്കിക്കേ, സെൻസെക്സ് ആണ്, നോക്കി കണ്ടോ, ആ ഒരു ബോക്സിനകത്തിലാണ് മാർക്കറ്റ് കടന്ന് കളി. അപ്പോൾ ഈ ബോക്സ് പൊട്ടിച്ച് എങ്ങോട്ടേലും പോകണം. അങ്ങനെയാണ് നിഫ്റ്റിയിലും അങ്ങനെ ഒരു ബോക്സ് കാണുമോ നോക്കട്ടെ. നിഫ്റ്റിയിലും വേണമെങ്കിൽ നമുക്കൊരു ബോക്സ് വരയ്ക്കാം, അല്ലേ. ഇപ്പോൾ ഇവിടെ ബോക്സിൻ്റെ കാര്യം ഓർത്തപ്പോഴാണ്. ഇങ്ങനെ ഉണ്ട് കേട്ടോ ഈ ഒരു ബോക്സ്. അപ്പോൾ ഈ ഒരു ബോക്സ് നാളെ നമുക്ക് പൊട്ടിക്കുന്നുണ്ടോ നോക്കാം. അങ്ങനെ പൊട്ടിക്കുവാണെന്നുണ്ടെങ്കിൽ മാത്രം നമുക്ക് ആ സൈഡിലോട്ട്, ഇവിടെ മേലോട്ട് പൊട്ടിക്കുവാണെന്നുണ്ടെങ്കിൽ 24,340 വരെ നമ്മൾ വെയിറ്റ് ചെയ്യണം. വെയിറ്റ് ചെയ്ത് ഇവിടെ തട്ടി പൊട്ടിച്ച് പോവോ അവിടെ തിരിച്ചു വരുമോ എന്നുള്ളത് നമ്മൾ നോക്കിയിട്ട് മാത്രം ട്രേഡ് എടുക്കുക. അല്ല ഇത് പൊട്ടിച്ച് താഴോട്ട് ഇറങ്ങുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് നോക്കാം 24,000 വരെ വരുമോ. ഇത് ബോക്സ് പൊട്ടിച്ചിറങ്ങിയാൽ നമുക്കൊരു ഓപ്പർച്യൂണിറ്റി ഉണ്ട്. ഈ ബോക്സ് പൊട്ടിച്ച് താഴോട്ട് ഇറങ്ങിയാൽ നമുക്ക് ഒരു അവസരം ചിലപ്പോൾ കിട്ടാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. എന്തായാലും നാളെ നമുക്ക് നോക്കാം എന്താണ് സംഭവിക്കാൻ പോകുന്നത്. അപ്പോൾ നാളെ മുതൽ ഞാൻ മുള്ളേ നിൽക്കുന്ന ദിവസമാണ്. നാളെയാണ് എൻ്റെ പേപ്പർ വർക്കിൻ്റെയൊക്കെ ഫൈനൽ ഡേ. അപ്പം കുറേ തിരക്കുകൾ കാണും, എങ്കിലും ഞാൻ ഇടയ്ക്ക് വരാൻ ശ്രമിക്കാം, ഓക്കെ. അപ്പോൾ നാളെ എല്ലാവർക്കും ഒരു പ്രോഫിറ്റബിൾ ഡേ ആശംസിക്കുന്നു. താങ്ക് യു ഓൾ.